കോഴിക്കോട് കോർപ്പറേഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സംവിധായകൻ VM വിനുവിന് കഴിയില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റി ആയതുകൊണ്ട് വിനുവിന് പ്രത്യേകതയൊന്നുമില്ലെന്നും സാധാരണക്കാരും രാഷ്ട്രീയക്കാരും ഒന്നു തന്നെയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതോടെ വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പിൻവലിച്ചു. പകരം മെഡിക്കൽ കോളേജ് സൗത്ത് സ്ഥാനാർത്ഥിയായി രമ്യ കെയെ കോൺഗ്രസ് നിശ്ചയിച്ചു. അതിരൂക്ഷമായ പരാമർശങ്ങളോടെയാണ് VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂലമായ ഉത്തരവ് നൽകാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. സെലിബ്രിറ്റികൾക്കും സാധാരണ പൌരന്മാർക്കും ഒരേ നിയമമാണ് ബാധകം. താങ്കൾ ഈ രാജ്യത്തെ പൌരനല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. വിനുവിനെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നും കോടതി വ്യക്തമാക്കി. ഞാൻ കോടതിയുടെ വിധിയെ ഞാൻ മാനിക്കുന്നു. അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. കോടതി വിധിയെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നതായി സ്ഥാനാർത്ഥി VM വിനു വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് രംഗത്ത് സമയം അനുവദിക്കുകയാണെങ്കിൽ പ്രവർത്തനമുണ്ടാവും. പക്ഷേ സജീവ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഇല്ല. വികസന കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാനുള്ള അഭ്യർത്ഥന അംഗീകരിച്ചതെന്നും VM വിനു പറഞ്ഞു. ഞാൻ ഈ കോൺഗ്രസ് പാർട്ടി വിശ്വസിച്ചിരുന്നു. ഇവരെല്ലാവരും കൂടി വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ അവർ കോഴിക്കോടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ മനസ്സിലാക്കി ആഗ്രഹിച്ചിട്ട് ഇറങ്ങിയതല്ലാണ്ട് വേറൊരു അംഗീകൃതലാവോ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാൻ ഇതുവരെ കാണാത്ത കുറേ ജീവിതങ്ങളും കുറച്ച് അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കിട്ടലാണ്. കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും VM വിനുവിനെ പിൻവലിക്കുന്നതായി DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അറിയിച്ചു. പുതിയ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിൽ പിഴവുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്ന നടപടിയല്ല. എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാസജ്ജമാണ്. മറ്റന്നാൾ ആ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കും. VM വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലോടെ CPM രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാണ് പൂർണ്ണമായ വീഴ്ചയുണ്ടായത്. സാംസ്കാരിക രംഗത്തെ ഒരു മുഖമായ VM വിനുവിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് വേദനയുണ്ടെന്നും CPM പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി ഇന്ന് പ്രഖ്യാപിച്ചല്ലോ. പ്രഖ്യാപിച്ചത് മാത്രമല്ല, അതിൽ ഏറെ സന്തോഷം DCCയുടെ പ്രസിഡന്റ് ഇപ്പം നിങ്ങളുടെ മുമ്പാകെ നടത്തിയ പത്രസമ്മേളനത്തിൽ അത് അംഗീകരിച്ചു എന്നതും വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ നിയമപരമായി നേരിടും. അതിന് ഭരണക്കാരെ വിമർശിച്ചിട്ടൊന്നൊരു കാര്യമില്ല. വിനു മത്സരരംഗത്തു നിന്നും പിന്മാറിയ സാഹചര്യത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. പൊതുരംഗത്തു നിന്നും പൊതുസമ്മതനായ ഒരാളെ തന്നെ രംഗത്തിറക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. സാംസ്കാരിക മേഖലയിൽപ്പെട്ട പ്രവർത്തകരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ സമാഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് നേരത്തെ VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്തായാലും ആ രീതിയിൽ തന്നെയുള്ള അന്വേഷണമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥിയായ ബിന്ദുവിനും വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അവർക്ക് പകരമായി രമ്യ എന്ന സ്ഥാനാർത്ഥിയെ പുതുതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ പുതിയ സ്ഥാനാർത്ഥി രംഗത്തുണ്ടാവും. പക്ഷേ മേയർ സ്ഥാനത്തേക്കടക്കം പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയാവുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ തന്നെ മത്സരിക്കുന്ന KPCC സെക്രട്ടറിയായ PM നിയാസ് ആവും ഇനി മേയർ സ്ഥാനാർത്ഥി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി